പേരിടാണെങ്കിൽ പൈസ ഇല്ല കൊണ്ടുവരാൻ കഴിയും. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ വേലായുധൻ. പറഞ്ഞിട്ടില്ലേ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചത്. എന്നിട്ട് വേലായിട്ട് എന്താണ് കാണിച്ചത്? പോയി കുളിക്കുക വേലേട്ട, പോയി കുളിക്കാൻ. വേലേട്ടനില്ലാതെ ഞാനിവിടെ നിൽക്കൂലട്ടാ. ഞാൻ ലിൽ ചേച്ചിയുടെ കൂടെ പോവേണ്ട. ഇനി ഞാൻ അവിടെ നിൽക്കൊള്ളട്ടാ വേലേട്ടാ. ഈ നാറിയുടെ മോന്റെ ഒരു അണ്ടിക്കച്ചവടം അണ്ണാക്കലെല്ലാം കുത്തി കയറ്റണം. അറിഞ്ഞൂടാ. ഞാനൊരു തമാശക്ക് ചോദിച്ചല്ലേ, അപ്പോഴേക്കും അത് കാര്യമൊക്കെ എടുത്താ. പിണക്കം മാറ്റാൻ എന്തെങ്കിലും സാധനം ഉണ്ട്, എന്താണെന്ന് അറിയാതെ പിണക്കം ഞാൻ മാറ്റും. എന്താണ്ടാ സത്യം രസ്യാണ്ടാ നോക്കട്ടെ. തക്കര ആരാണ് സാധനം? തക്കര മര്യാദക്ക് സത്യം മൂക്കൊടിച്ചപ്പോഴേക്ക് പറയണ ആരാണ് തക്കര? മത്താനെ അവളെ എങ്ങനെയെങ്കിലും സെറ്റാക്കി താ മത്താനെ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മത്താനെ. അവളെ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് സെറ്റാക്കി തരാടാ. എടി അവളെ ജിന്ന് വിളിക്കലാ മുത്താളാ, മുത്ത് മുത്താണ് അവള്. ഒരു മൈൻഡും ഇല്ലല്ലോ. കണ്ടാ വേണ്ടിക്കൂടെ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്ത്? ആ നമ്പർ ഒന്നും വരും. 9846585572. എനിക്ക് കിട്ടുന്ന പീസാണ് അത് തട്ടിയെടുത്തത്. അടുത്ത പോൽ ഇതെനിക്ക് കിട്ടട്ടെ. അതെങ്കിലും നീ സംസാരിച്ചാൽ ഞാൻ കേക്കും. അങ്ങനെ നീ ഒറ്റക്ക് പോയിക്കണ്ട. എടുക്കടേ സാനു, ഞാൻ പറഞ്ഞ കേട്ട് നീ വിഷമിക്കരുതേ. പൊട്ടാ ഈ വഴിയാണ്ടാ, നീ എങ്ങോട്ടാണ്ടാ? ഈ ഓർത്ത് ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ എല്ലാം അതിലേക്ക് എത്തിയാലേ. കഷ്ടകാലം നമ്മളെ വിട്ട് പോണില്ലല്ലേ സുഗുണ. പടച്ചോന്റെ ഓരോ വിധിന്നല്ലാണ്ട് എന്താ ഇപ്പൊ പറയാ? എനിക്ക് ആ സൂര്യയുടെയും പിള്ളയുടെയും കാര്യം ഓർത്തിട്ടാ. ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടുകാരും ഉമ്മാനെ എല്ലാരെയും വിളിച്ച് പറയണം. ഉമ്മാനെ വിളിച്ചറിയിക്കണം. ചിലപ്പോ ചങ്ക് പൊട്ടിച്ചാവും. എന്തായാലും ജമീലാനെ അറിയിക്കണം. ഓളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. വിളിച്ചറിയിക്കട്ടെ. ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട്? ഷാനുക്കാക്ക വിളിച്ച് ഇറങ്ങി വരില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അതിനുശേഷം ഒരുപാട് വട്ടം ഞാൻ ഷാനുക്കാനെ വിളിച്ചു. ഷാനുക്ക് ഫോൺ എടുത്തില്ലല്ലോ. ഇപ്പൊ ലേശുക മാറിയില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ ഷാനുക്കാക്ക? എന്റെ ഉണ്ടുണ്ടാക്കാനാണ്ട് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കോവിളിച്ചപ്പോ വലിയ ഡയലോഗ് അടിച്ചല്ല ഇറങ്ങി വരൂലെന്ന്. മിണ്ടരുത് അടിച്ച പല്ലിയാൻ തെറിപ്പിക്കുക എല്ലാത്തിന്റെയും. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ഇറങ്ങി മിണ്ടരുത് ട്ടാ. വന്ന് വണ്ടി കയറി. ഞാനൊന്നുമില്ല പോലാ സാനു. നീ തമാശ കളിക്കലേ വന്ന് വണ്ടി കയറി. എന്നൊക്കെ തുള്ളതിപ്പ നിക്ക് കളിക്കലേ കയറിയ. ഞാനൊന്നുമില്ല പോലാ സാനു. നീ വെച്ചിട്ട് അവള് വന്നത് എന്താടാ നീ കാണിക്കണേ? ചില നേരം കൈന്ന് വിട്. നീയോ നടക്കടാ. എന്താ ഈ കാണിക്കണ സാനു? മര്യാദ കൈയെടുക്കണോ? കൈന്ന് വിടാ, പേട്ട് കളവാ.
മിണ്ടരുത്, മിണ്ടിപ്പോലുണ്ടല്ലോ കൊന്നോളൂ ഞാൻ. മിണ്ടരുത് അട്ടി. ആ ഇറങ്ങി വാ ശൈത്താനെ. ആരും പേടിക്കണ്ട. അവന്റെ കൈ ഞാൻ പിടിച്ചപ്പോ അവന്റെ ഞാടി ഞാൻ പിടിച്ചു. ഏറിയാൽ 5 or 6 ദിവസം, അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല. ഗുഡ് മോർണിംഗ്. ഹലോ. എന്താ? ഞാൻ ഇന്ദ്രൻ. ഔട്ട് ഹൗസിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന. അല്ല, ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നുമില്ല, ചുമ്മാ പരിചയപ്പെട്ടോളാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ഇഷ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ഇന്നത്തെ പത്രം ചോദിക്കായിരുന്നു. ഓ, അതിനെന്താ? അഹല്യ ആദ്യത്തനെയും പത്രികാം സ്വീകൃത്യാൻ തദാതു. ഇയാളുടെ നാടെവിടെയാ? തറവാടൊക്കെ കണ്ണൂരാണ്. പഠിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂർ. ആ ഫാമിലി ഒക്കെയോ? അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഓ, ഇപ്പോ നാട്ടിലങ്ങനെ പറയത്തൊക്കെ ബന്ധുക്കളാരും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല. പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ഇയാൾ അവിടെ ജോലി ചെയ്യുന്നേ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ജോലി റിസൈൻ. ഗുഡ് മോർണിംഗ് ജിത്തി. ഗുഡ് മോർണിംഗ്. ആ, രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ. പിരിവിന് ഇറങ്ങിയതാണോ? ഞങ്ങൾക്ക് ചിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കണം, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കാണണം, കമ്മീഷൻ വാങ്ങണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നോട് തന്നെ വേണോ ഈ സോപ്പ്? ഒരിക്കലും കുളിക്കാത്ത എവന്റെ എവിടെ നിന്ന് ചിത്തിയ സോപ്പ്? പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട്. ഇതങ്ങ് തുടച്ചുകളാം. ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഇവിടെ എല്ലാവർക്കും വ്രതവാ. വെറുതെ പൊക്കി അടിച്ച വേസ്റ്റ് ആയി. അല്ല, നിങ്ങളീ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആരാ? ബെസ്റ്റ്. ചിട്ടിയുടെ മുമ്പിൽ നിൽക്കല്ലേ, ഇതാരെന്നാ വിചാരം? ഭാവിയിലെ ഇളയരാജയാണ്. നീ ആവശ്യമില്ല ആ പുള്ളിയുടെ പേരൊന്നും പറയല്ലേ. അവസാനം ആ പുള്ളി അതിന് റോയൽറ്റി ചോദിക്കും. താൻ മ്യൂസിക് കമ്പോസർ ആണോ? സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യ സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ്. അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇവരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ചു. പിന്നെന്താ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഉറപ്പായിട്ടും പറയാം സാർ. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ശരിടാ, ഓക്കെ, ആയിക്കോട്ടെ. അളിയ, പുള്ളിക്ക് ഏത് പമ്പ് ഹൗസിലാണ് ജോലി? എടാ, പമ്പ് ഹൗസ് അല്ല, കമ്പോസിംഗ്. പാട്ട് കമ്പോസ് ചെയ്യൂലേ? അങ്ങനെ. അണ്ണാ, അണ്ണൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? കല്യാണമാ? അത് ശരിയാവില്ല. നമുക്കിങ്ങനെ പറഞ്ഞു നടക്കണം ലോകം മുഴുവൻ. കല്യാണം കഴിച്ച കാലില് ചങ്ങല ഇട്ട പോലെയാ. അപ്പോ കുറച്ച് കഴിഞ്ഞാ അണ്ണനും ഇവിടുന്ന് പോവുമല്ലേ? അണ്ണനും കൂടി പോയി കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ പോലും ആരും ഇല്ലാണ്ടാവും ഇവിടെ. ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന്. കുഞ്ഞിനോടല്ല. ആരാ? ഇതോ, ഇതിവിടെ പുതുതായി വാടകയ്ക്ക് വന്നതാ. ഗൗതം സാറ് പറഞ്ഞായിരുന്നു, സിനിമാ പാട്ടുകാരൻ. പാട്ടെന്നൊക്കെ പറഞ്ഞ പഴയ ബാവുക്കേരെ പാട്ട് കേക്കാ എന്താ രസം. അല്ല, അപ്പൊ ഇപ്പോഴത്തെ പാട്ടെന്താ പാട്ടല്ലേ? അയ്യോ കുഞ്ഞെ, അങ്ങനെയല്ല. ഇപ്പോഴത്തെ പാട്ട് കേട്ടാ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. എല്ലാം ഒന്നുപോലെ ഇരിക്കും. അത് ശരിയാ. ഇപ്പൊ ശുദ്ധ സംഗീതം അറിയുന്ന ആരാ ഉള്ളത്? എല്ലാം കള്ളന്മാരാ. കോപ്പി അടിക്കാൻ മാത്രം അറിയാം. അതെ, എല്ലാരും ഒരേ ടൈപ്പ് അല്ല. പിന്നെ ഈ ശുദ്ധ സംഗീതം എന്നൊക്കെ പറയാൻ സംഗീതത്തിനെ പറ്റി എന്തറിഞ്ഞിട്ടാ?
ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ. പോട്ടെ മോനെ, വിട്ടുകളാ. അണ്ണാ എന്നാ ഞാൻ അങ്ങോട്ട് പോവാം, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അവനവന് പറഞ്ഞിട്ടുള്ള പണി വല്ലതും പോയി ചെയ്യും. മോളെ, കഞ്ഞിക്ക് കാലാങ്കി വിളിക്കണേ, വല്ലാത്ത പരവേശം. ആ ആ അതെങ്കിലും തേഞ്ഞെടുത്തേ. തകതജനുധീം തതജനുധീം തനധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഹലോ സിദ്ധി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണ്? ഇന്ദ്രനോ, ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുമായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങി വന്ന. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവർത്തിയില്ല. അല്ല, ഔട്ട് ഹൗസിൽ കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിംഗ് ഇരുന്ന പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ടാ? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോള് തന്നെ, അഹല്യ. അത് ശരി, ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ. ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്കതളല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? തന്റെ ഹൗസ് ഓണർ തന്നെ. ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയോ? കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ. സജനി